ഈ ഹയർ ഫ്രീക്വൻസിയെ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഇരുപുരികങ്ങൾക്ക് നടുവിലുള്ള പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. വളരെ ചെറിയ ഒരു അരിമണിയുടെ അത്ര മാത്രം വലിപ്പമുള്ള ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഭാഗം, ആ ഭാഗത്തിന് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെ ഇതൊന്നും നമുക്ക് ബാധകമേ അല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കുള്ളതല്ല ആക്ച്വലി ഈ വീഡിയോ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അവെയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഏത് മേഖലയിലും സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ട്രോങ് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള, ജീവിതത്തിൽ ഏത് മേഖലയും മാനിഫെസ്റ്റ് ചെയ്തിട്ട് സ്ട്രോങ് ആയിട്ട് ഗ്രോ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഈ ഭാഗത്തിനെ കൃത്യമായിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ്. ശ്രദ്ധിക്കുക, ഞാൻ 2-3 വീഡിയോസ് ഈ പറയുന്ന പീനിയൽ ഗ്ലാൻഡിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കൃത്യമായിട്ട് നമ്മളുടെ ചില ലൈഫ് സ്റ്റൈലിനെ കൊണ്ട് ഈ പറയുന്ന പീനിയൽ ഗ്ലാൻഡ് കംപ്ലീറ്റ്ലി അടഞ്ഞു പോയിട്ടുണ്ട്. കാൽസിഫിക്കേഷൻ എന്നാണ് അതിന് പറയുന്നുണ്ടാവുക. ഓക്കെ, അത് നമ്മളുടെ ഭക്ഷണ രീതിയെ കൊണ്ടാണ്, അത് നമ്മളുടെ ശ്വസന രീതിയെ കൊണ്ടാണ്, അത് നമ്മളുടെ ജീവിത ശൈലിയെ കൊണ്ടാണ്. ഇതിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതിനെ റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. അല്ലാതെ വലിയ ബ്രഹ്മാണ്ഡമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. കൃത്യമായിട്ട് ഇതിനെ മനസ്സിലാക്കിയിട്ട് ഇതിനെ റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. എന്തൊക്കെ ചെയ്യണം? നല്ല ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതായിട്ടുണ്ട്, നമ്മളുടെ ഡീകാൽസിഫിക്കേഷന് വേണ്ടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതായിട്ടുണ്ട്, നമ്മുടെ ശ്വാസത്തിനെ കൃത്യമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, സൗണ്ടിനെ കൃത്യമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മുടെ ജീവിതശൈലിയെ കൃത്യമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പീനിയൽ ഗ്ലാൻഡിന് മുകളിലുള്ള കാൽഷ്യം പൊട്ടിത്തമരുന്നുണ്ടാകും. നിങ്ങൾക്ക് അകക്കണ്ണ്, തേർഡ് ഐ ആക്ടിവേറ്റഡ് ആകും. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവും. ബാക്കി വരുന്ന വീഡിയോസിലൂടെ ഞാനത് എങ്ങനെയൊക്കെ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ തരുന്നുണ്ടാവും.